ഹായ്, നമുക്കിന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പ് പുട്ടുണ്ടാക്കാം. പലരും പല രീതിക്ക് ഉണ്ടാക്കുന്നുണ്ടാവും. ഇത് എൻ്റെ ഒരു രീതിക്ക് ഉണ്ടാക്കണം കേട്ടോ. നമ്മൾ സിംഗിളൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക്, ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയത് പെട്ടെന്ന് ഗോതമ്പ് പുട്ട് കഴിക്കണമെന്ന് ആഗ്രഹം വന്നാൽ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ആവശ്യത്തിന് മാവ് എടുക്കുക, പുട്ടുപൊടി എടുക്കുക. അതിൽ ഒരു ടീസ്പൂണോ 1.5 ടീസ്പൂണോ ഉപ്പിടുക. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ നല്ല പിടിക്കണ്ടേ. ഇതിലേക്കൊരു ഇളം ചൂടുവെള്ളം ഇതിലേക്ക് മിക്സ് ചെയ്യുക. പാകത്തിന് കുറേശ്ശെ തളിച്ചിട്ട് കുഴയ്ക്കുക. ഇതേപോലെ ആദ്യം കുറച്ച് തേങ്ങാപ്പീര ഇടുക. എന്നിട്ട് മാവ് നമ്മൾ കുഴച്ച് വെച്ചേക്കുന്ന മാവ് പുട്ടുപൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പകുതി നിറച്ചതിന് ശേഷം വീണ്ടും തേങ്ങാപ്പീര ഇടുക. പിന്നെ മേൽഭാഗത്ത് മാത്രം വീണ്ടും തേങ്ങ ഇട്ട് കൊടുത്താൽ മതി നിറച്ചിട്ട്. നിറയ്ക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, പുട്ടിൻ്റെ കാര്യത്തിലൊക്കെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചൊന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കാം കേട്ടോ. പുട്ടുപൊടി ഇടുമ്പോൾ നമ്മൾ ഒരിക്കലും കുത്തി നിറയ്ക്കരുത്. ഇട്ട് കൊടുത്ത് ആ ഒരു ലെവലിൽ നിൽക്കണം. ഇതങ്ങോട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഈ മൂടിയും കൂടി അങ്ങോട്ട് വയ്ക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. പിന്നെ ഈ മേലുള്ള ഹോൾസുകളുണ്ടല്ലോ, ഇതിൽ പലതും പല രീതിയിലായിരിക്കും. ഈ ഹോൾസിലൂടെ ആവി വന്നൊരു 10 മിനിറ്റും കൂടി വലിക്കുമ്പോൾ നമ്മളിത് എടുത്ത് മതി. ഇതിൽ ആവി വരുന്നുണ്ടല്ലോ, കാണുമ്പോൾ എനിക്കറിയില്ല. ഇതിന്നൊക്കെ ആവി വരുന്നുണ്ട്. അപ്പോൾ ഇത് നിർത്താണ്ട് വരുന്ന ഒരു ടൈം ഉണ്ടാവും. ആ ടൈമിൽ നമ്മൾ എടുത്താൽ മതി, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ കണ്ടല്ലോ ഫ്രണ്ട്സ്, ഇങ്ങനെ നൈസായിട്ട് വയ്ക്കുക. ഇത് കട്ടിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കുഴക്കണ സമയത്ത് കുറച്ചൊന്ന് വെള്ളം കുറച്ച് കൊടുത്താൽ മതി. അടുത്ത തവണ ഉണ്ടാക്കുമ്പോൾ ശരിയാക്കിയാൽ മതി. പിന്നെ ഇതിൻ്റെ കൂടെ ലേശം സാമ്പാറും, പപ്പടം ഇല്ലാത്തതുകൊണ്ട് മിച്ചർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എൻ്റെ ഇങ്ങനത്തെ ഓരോ പരീക്ഷണങ്ങൾ വീണ്ടും കാണിക്കുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോണേ.